എന്റെ കൂടെ കേട്ടിക്കോ. വേണ്ട, ഞാൻ ഇന്ന് തൂങ്ങിക്കാം. സാറിന്റെ പേര് ഞാൻ എഴുതും, ഉറപ്പാ. എനിക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നു ആ കോൺട്രാക്ട്. ഞാൻ റോഡ് ഞാൻ ഓടിച്ചായിരുന്നു. വേണ്ടേ MVD-ക്കാരുമായിട്ട് ബഹളം ഉണ്ടാക്കുകയാണ്. 3 തവണ MVD ടെസ്റ്റിന് തോറ്റുപോയി. അതായത് MVD ടെസ്റ്റിന്റെ പല പല ഭാഗങ്ങളിലായിട്ട് തോറ്റുപോയി. എന്നിട്ട് ആത്മഹത്യക്ക് ഭീഷണി മുഴക്കാണ് MVD-ക്കാരോട്. ഇന്ന് എനിക്ക് നിങ്ങൾ ലൈസൻസ് തന്നില്ലെങ്കിൽ ഞാൻ തൻ്റെ പേര് എഴുതിയിട്ട് ഞാൻ സൂയിസൈഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് എന്തോ കോൺട്രാക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എൻ്റെ പൊന്നു ചേച്ചി, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ആത്മഹത്യ ഭീഷണി മുഴക്കിയത് കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഇതൊരു ഇതൊരു അവകാശമല്ല നിങ്ങളുടെ. നിങ്ങൾ ആ ടെസ്റ്റിന് എഴുതി പാസ്സായി റോഡ് ടെസ്റ്റ് എല്ലാം വിജയിച്ചു കഴിഞ്ഞാൽ മാത്രം ഗവൺമെൻറ് അപ്രൂവ് ചെയ്തു തരുന്നൊരു ലൈസൻസാണ്. നിങ്ങൾ തുഴഞ്ഞു പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഞങ്ങളതിനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന പോലെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. എങ്കിൽ കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ലൈസൻസ് തരാത്തത്. നിങ്ങൾ എന്ത് കോൺട്രാക്റ്റ് എടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ ചെയ്തോ, ആർക്കെങ്കിലും വാക്ക് കൊടുത്തോ, അതൊന്നും MVD-യുടെ പ്രശ്നമല്ല. നിങ്ങൾ റോട്ടിൽ വണ്ടി വളരെ ഭംഗിയായിട്ട് ഓടിക്കുമെന്ന് ഉറപ്പൊന്നുണ്ടെങ്കിൽ മാത്രമേ MVD നിങ്ങൾക്ക് ലൈസൻസ് തരുള്ളൂ. അതാദ്യം മനസ്സിലാക്കുക. അല്ലാണ്ട് നിങ്ങൾ ഭീഷണി മുടക്കിയിട്ടോ നിങ്ങളെ നെഞ്ചത്തോട് വണ്ടി എടുത്തോ എന്ന് പറഞ്ഞിട്ടോ അവർ ലൈസൻസ് തരില്ല. സീരിയസ് ആയിട്ട് പറഞ്ഞ വീണ്ടാട്ടി എടുത്ത് പറയൂ. ലോകം അവസാനിക്കല്ലേ, വീണ്ടാട്ടി എടുത്ത് പറയൂ.